വീണ്ടും വരുന്ന കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. I greet you all in the precious name of our soon coming Lord and Savior Jesus Christ. വളരെ ഹൃദ്യമായിരിക്കുന്ന ആസ്വാദികരമായിരിക്കുന്ന ഒരു ആരാധന ഇന്ന് രാവിലെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകിയതുകൊണ്ട് കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. We had a good first session of our worship where it was a heart-filling experience for us. ഇവിടെയുള്ള സഭയുടെ എൽഡേഴ്സായിരിക്കുന്ന കർത്തൃദാസന്മാർ, ഡീക്കൻസായിരിക്കുന്ന പ്രിയ ശുശ്രൂഷകന്മാർ, മറ്റ് സഹോദരന്മാരെ ഓർത്ത് ഞാൻ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുകയാണ്. I praise God for the elders, the deacons and the valuable members of this assembly over here. ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം സഭയെ ദൈവകൃപയിൽ നയിക്കുവാൻ കർത്താവ് തൻ്റെ ദാസന്മാർക്ക് നൽകുന്ന എല്ലാ കൃപകളെയും ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. I glorify God for the grace that the Lord has given to the eldership over here to lead this congregation in the grace of our God. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില കാര്യങ്ങളുണ്ട്. When I came here, some of the things that went through my mind. ദൂരെ നിന്ന് ശേബാരാജ്ഞി ശലോമോൻ്റെ ജ്ഞാനം കേൾക്കാനായിട്ട് വന്നിട്ട് ആ രാജ്ഞി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. We understand how Sheba, the queen of Sheba, who came to Solomon after seeing his wisdom over there. ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, വന്നെൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഞാനത് വിശ്വസിക്കുന്നു. I only heard about you and I only heard about the things, but I came over here, saw and I believed over here. ജോസി കൂടെ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ കുറിച്ച് പേരുകൾ ഞാൻ പരാമർശിക്കുന്നില്ല, വിട്ടുപോകുമോ എന്നുള്ള ഭയം കൊണ്ട്. കാരണം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ശുശ്രൂഷകളും ഒക്കെ കൂടെ വർണ്ണിക്കുമ്പോൾ ഇവിടെ സഭയെക്കുറിച്ച് വളരെ എന്താ പറയുന്നത് വാചാലയാകുമ്പോൾ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണോ എന്ന്. എന്നാൽ കർത്താവിനെല്ലാം മഹത്വവും ഞാൻ അർപ്പിക്കുകയാണ്. I glorify God because I could come over here and see, even as Brother Joji would always mention and describe about this assembly. I am happy that the Lord has enabled me to come over here. കർത്താവ് നിങ്ങളെ മേലും ധാരാളമായി വർദ്ധിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മഹത്വത്തിനായി പിന്നെയും നിങ്ങൾ നിലകൊള്ളുവാൻ കർത്താവ് കൃപ നൽകട്ടെ. May the Lord give you grace to grow more and edify yourself, and also in the days to come in His glory. നിങ്ങളോടൊപ്പം ചെലവഴിച്ച ഈ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കല്ലിൽ കുത്തിയതുപോലെ മായാതെ ഇരിക്കുന്ന ചില ഓർമ്മകളായി അവശേഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. The days and the times I have spent with you, it will be like a carved image on a stone, and I am happy about it. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. May the Lord help all of us. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 24 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ ഇന്ന് പകലുള്ള ധ്യാനത്തിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. I take refuge in the Lord, and I would like to draw everyone's attention onto the portion from Genesis chapter 50 verses 24 and downwards. കർത്താവിന് മഹത്വം. God be glorified. കേരളത്തിൻ്റെ കവിയത്രിയായിരുന്ന സിസ്റ്റർ മേരി ജോൺ തോട്ടത്തിൽ ഇങ്ങനെ ഒരു കവിത രേഖയാക്കിയിട്ടുണ്ട്. Poetess Neely John mentions from Kerala like this. Mary John. ഒരിക്കലേ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാതെ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയതാകയാൽ കരത്തിലുള്ളതൊക്കെയും അതിർത്തിയിൽ ത്യജിക്കണം. Once we will lose everything we have in this flesh, and once we will give up all this, and the border we will be surrendering over there. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചുകൊണ്ട് പോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്ക് പറ്റിടാത്ത പുണ്യമാണ് മഹത്തരം, പ്രയോജനം വരുത്തിടും പരത്തിലുമെന്ന് ആ കവിയത്രി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ ഓർത്തു പോകുകയാണ്. I remember the words how that poetess mentions how what we will lose everything we earn in this world, the pleasure, the luxury, everything which will go down to the grave over here. കർത്താവിൻ്റെ ദാസൻ ഷാലൂട്ടി നൈനാൻ തൻ്റെ ആത്മസ്നേഹിതനായിരിക്കുന്ന ജോൺസൺ ബേബി ഈ ലോകത്തിൽ നിന്ന് കോവിഡ് നിമിത്തം മാറ്റപ്പെടുമ്പോൾ അദ്ദേഹം രാജസ്ഥാനിൽ ഒരു ഭവനത്തിലിരുന്ന് പറഞ്ഞ വാക്കുകൾ
നമ്മുടെയൊക്കെ കർണപിടങ്ങളിൽ ആഞ്ഞടിക്കുന്നുണ്ട്. Even Shaluti Nanan, late evangelist Shaluti Nanan mentions about late Uncle Johnson also like this in Rajasthan, which are very striking to our hearts. എന്തുകൊണ്ട് ജോൺസൺ ബേബിയെ കർത്താവ് വിളിച്ചു എന്നുള്ളതല്ല എൻ്റെ ചോദ്യം, പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. Uncle asked like this, it's not why God has called Johnson baby to be with him, but the question remains, why am I placed on this earth? ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇതേ ചോദ്യം നമ്മോട് ചോദിക്കുക, എന്തുകൊണ്ട് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നു? Let us ask the same question this particular morning, why am I placed in this particular morning on this earth? എപ്പോഴെങ്കിലും നാം അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോട് അവശേഷിക്കുന്നത്? എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി? Why am I still kept on this earth? Have you ever thought in this particular morning we would like to look that രണ്ട് again? കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഒന്ന്, ദൈവത്തിന് എന്നിൽ ചിലത് പണിയുവാനുണ്ട്. രണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി ചിലത് പണിയുവാനുണ്ട്. There are two things which I would like to mention like this. There is a purpose to why we are here. One, God desires to construct through us, and there is a construction God is ഇതിൽ working. രണ്ടിൽ ഏതാണ് ഏറ്റവും പ്രാധാന്യമെന്ന് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് തന്നെ അതിന് ഉത്തരം കണ്ടെത്താം. എന്താണ്, ദൈവം എന്നിൽ പണിയുന്നതാണോ അല്ല ഞാൻ ദൈവത്തിന് വേണ്ടി പണിയുന്നതാണോ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്? I do not know what is your answer, but what is the most important one? Is it God constructing through us, or am I constructing? Is that important? ഞാൻ ഇങ്ങനെ കരുതുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ദൈവം എന്നിൽ പണിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ദൈവത്തിന് പണിയുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് രാവിലെ നമുക്ക് സാധ്യമായാൽ ധന്യമായിരിക്കുന്ന ഒരു ജീവിതം പൂർത്തീകരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. May the Lord help us to submit ourselves into His hands so that the Lord can construct through our lives over here. 110 വയസ്സ് വരെ ജീവിച്ച യോസേഫിനെ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട പരാമർശങ്ങൾ രേഖയാക്കിയിട്ട് ഒടുവിലായിട്ട് യോസേഫിന്റെ ജീവിതത്തെ സാംശീകരിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന വാക്കുകൾ എത്രയോ ധന്യമായിരിക്കുന്ന It അനുഭവങ്ങളാണ്. is a blessed message about Joseph we read after 110 years old, even as he is put in a coffin over here. 110 വയസ്സ് വരെ ദൈവം ആയുസ് നൽകിയപ്പോൾ ജീവിതം എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു തീർക്കുകയായിരുന്നില്ല. ദൈവം പണിതെടുത്തതുപോലെ മനോഹരമായി പര്യവസാനിച്ച മനോഹരമായ ഒരു ജീവിതമായിരുന്നു യോസേഫിന്റെ ജീവിതം. Joseph's life, we see there is a life with clarity for 110 years, and it is not a life without clarity even as he is put down. നാമും ഇവിടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര കാലങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതല്ല ഏറ്റവും പ്രാധാന്യമുള്ളത്, എങ്ങനെ ജീവിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്ന വിധത്തിൽ, ദൈവം പണിതെടുത്ത വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളായി തീർന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാൻ ഇന്ന് രാവിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. May the Lord help us this morning to remember it's not about how many years we have lived, but to why we are living, what we have done in this life. Let God work through us over here. വിജയകരമായ തന്റെ ജീവിതം പര്യവസാനിപ്പിക്കുമ്പോൾ യോസേഫിന് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ പറയുവാനായിട്ട് കഴിയുന്നു, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ എൻ്റെ ജീവിതം പടുത്തുയർത്തി എന്ന്. In humility and in the pride of what God has gifted through him, God constructed through Joseph could testify over there. കേവലം 60 വയസ്സോ അല്ലെങ്കിൽ 70 വയസ്സിന് ഇടയ്ക്ക് തന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ ഒടുവിലത്തെ വാക്കുകൾ നമുക്കറിയാം. തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് അഭിമാനത്തോടുകൂടെ പറയുന്ന വാക്കുകൾ. We see the words of Paul who completes the life between 70 over there, how he took with pride, I have completed the race that is set before me. I'm going for the crown. ഇന്ന് ആ വാക്യം പലപ്പോഴും ശവകുടീരത്തിൽ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം എത്ര ധന്യമായിരുന്നു എന്ന് ആ ഭക്തന്റെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. From the life of Paul we can remember and look forward. How blessed are those words. Sometimes those words don't mean anything when it's engraved on a tombstone over there. വളരെ ആവേശഭരിതമായി ജീവിതം ആരംഭിച്ചിട്ട് അമ്പേ പരാജയപ്പെട്ടു പോയ ഒത്തിരി ചരിത്രങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് We know many histories in the scriptures which are started very greatly, but they failed on the course of journey over there. വിജയകരമായി പൂർത്തീകരിക്കുവാൻ എല്ലാ സാധ്യതയും സാഹചര്യവും ഉണ്ടായിട്ട് പരാജയപ്പെട്ടു പോയ കഥാപാത്രങ്ങൾ നമുക്ക് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. Oh, they have failed in their course of life, how they started well, and those are very challenging for us over here. ഇസ്രായേൽ മക്കളിൽ എല്ലാവരെക്കാൾ തോൾ മുതൽ പൊക്കമേറിയതായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, പേര് ശൗൽ. We understand a man called Saul who was a very tall person in the history of Israel. അനുഗ്രഹിക്കപ്പെട്ട ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ. എത്രയോ ചരിത്രങ്ങൾ ആ മനുഷ്യന്റെ പേരിൽ ഒരുപക്ഷെങ്കിലും ഉണ്ടാകാമായിരുന്നു. How many histories could have been written in this man's life by
his appearance and in his എന്നാൽ സ്വന്തം appointment over there. വാളിലേക്ക് താൻ തന്നെ വീണുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ദുഃഖകരമായിരിക്കുന്ന ഒരു ചരിത്രം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുകയാണ്. But we see how he ended up his life, the anointed king of Israel, the first king, how he ended up on his own എന്നാൽ sword. യോസേഫിന്റെ ചരിത്രം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് നാം വായിക്കുന്നത് ദൈവം ആഗ്രഹിച്ചതുപോലെ പര്യവസാനിച്ച ഒരു ജീവിതം. Oh, what a great contrast we see in the life of Joseph, how he ended according to the will of God. over അങ്ങനെയെങ്കിൽ here. ഇന്ന് രാവിലെ യോസേഫിനോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, അല്ലയോ യോസേഫേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതം, വിജയകരമായിരിക്കുന്ന ഒരു ജീവിതം അങ്ങക്ക് ജീവിക്കാനായിട്ട് കഴിഞ്ഞത്? Oh, and then we can ask to Joseph like this, how could you earn or live a successful life over here? ഇന്ന് രാവിലെ യോസേഫിന് നമ്മോട് ചില മറുപടികൾ പറയുവാനായിട്ടുണ്ട്. Oh, Joseph speaks to us in volumes over here. ഒന്നാമത്തെ കാര്യം, യോസേഫിന്റെ ജീവിതം മനോഹരമായി പര്യവസാനിച്ചതിന്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ദൈവ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു യോസേഫിന്റെ ജീവിതം. How can Joseph end up successfully a Christian over there? Because he had God in the center of his life. 41 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ ഫറവോൻ എന്ന് പറയുന്ന രാജാവ് യോസേഫിനെ നോക്കിയിട്ട് പറയുന്നത്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ മറ്റൊരുത്തനെ കണ്ടുകിട്ടാനായിട്ട് കഴിയുമോ എന്നാണ്. Oh, do I not find someone like this person who have the spirit of God in Joseph in Genesis 41 അപ്പോൾ verse 8? ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതം എപ്പോഴും വിജയകരമായിരിക്കും. He is a person who was controlled by God. A controlled person by God is a successful തനിക്ക് person. ബോധിച്ചതുപോലെ എങ്ങനെയെങ്കിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുകയായിരുന്നില്ല. ദൈവം എന്താഗ്രഹിക്കുന്നു അതുപോലെ ജീവിച്ചു തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി. It was not a life as he pleased over there. What does God desire? He lived accordingly over എന്റെ there. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ദൈവിക നിയോഗപ്രകാരമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ച ഒരു വ്യക്തി. He believed whatever happened in his life, it is according to the will of God. പ്രതിസന്ധികളുടെ മധ്യത്തിൽ പരാജയപ്പെട്ടു പോകുകയല്ല, അതിനു മധ്യ ദൈവകൃപയേറെ അനുഭവിച്ച് മുമ്പോട്ട് പോയ ഒരു ജീവിതം. He did not fail in his situations over there, but he moved forward under the grace of God over here. 45 അധ്യായം ഒന്ന് വായിക്കുക. അവിടെ ആവർത്തിച്ചു വരുന്ന ചില പ്രയോഗമുണ്ട്. ദൈവം എന്നെ ഇവിടേക്ക് അയച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. 45 അധ്യായം 5-ാമത്തെ വാക്യം. When we come to 45 verse 5, he says over there, God sent me here over there. അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാ എന്ന് അദ്ദേഹം In പറയുകയാണ്. 45 verse 8, before you, God sent me മിസ്രയീമിന്റെ here. അധിപതിയായിട്ട് ദൈവമാണ് എന്നെ നിയോഗിച്ചത് എന്ന് അദ്ദേഹം God പറയുകയാണ്. sent me as a leader over here അപ്പോൾ before you. നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ അയച്ചു, ദൈവം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ദൈവമാണ് എന്നെ മിസ്രയീമിന്റെ അധിപതിയാക്കിയത്, എന്റെ ജീവിതത്തിൽ ആകമാനം എല്ലാം ചെയ്തത് മുഴുവനും ദൈവമാണ് എന്ന് വളരെ ചാർജാർത്ഥത്തോടു കൂടെ പറയുന്ന ഒരു വ്യക്തി. He says with humbleness over there, God sent me here, God led me here, God put me here, even when he is talking to his brothers. ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാ. It is not you or me over here, it is God who put ഞാൻ me here. വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാ. It is not me, it is God who brought me എന്റെ here. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ അങ്ങനെ പറയുവാനായിട്ട് കഴിയുമോ? Oh, can we say like that in front of God? എന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ നിയോഗപ്രകാരം സംഭവിച്ചതാണ് എന്ന് പറയുവാൻ കഴിഞ്ഞാൽ അത് എത്രയോ ധന്യമായിരിക്കുന്ന അനുഭവമാണ്. In my life, if we can say it is according to the likeness of God, will of God, what a great blessing it would പലപ്പോഴും be. പരാജയങ്ങൾ വരുമ്പോൾ നാം നിരാശിതരായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ച് പിറുപിറുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്ന അനേക വ്യക്തി ജീവിതങ്ങളെ കാണുമ്പോൾ യോസേഫിന്റെ ജീവിതം എപ്പോഴും നമുക്ക് ഒരു മഹത്തായ വെല്ലുവിളി ഉയർത്തുകയാണ്. May the life of Joseph be a reminder, a role model for us to remember when we go through circumstances of frustrations in life. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതവും ദൈവ കേന്ദ്രീകൃതം അല്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു എന്നുള്ളതിന് രണ്ട് പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല. We do not need to say 2 times how Apostle Paul was lived by the center wherein it was God over there. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ താൻ പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്നു. In Galatians 2 verse 20, it says over there, it's not me who live, ആ it's ഒറ്റ Christ who lives വാക്യത്തിൽ in തന്റെ me. പൂർവ്വകാലവും തന്റെ വർത്തമാനകാലവും ഭാവികാലവും എങ്ങനെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ In വെളിപ്പെടുത്തുകയാണ്. that one verse itself, he says about his past, present and future over there. ഇനി എന്ന ഒറ്റ വാക്കുകൊണ്ട് തന്റെ ജീവിതത്തെ രണ്ടായി തരംതിരിച്ചിട്ട് പറയുക, ഇന്നലെ വരെ ജീവിച്ച പൗലോസ് അല്ല ഞാനെന്ന്. And he separates his 2 lives over there by saying in one line over there, ഇനി എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ ജീവിച്ചതും ഇന്ന് ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതും രണ്ട് വിധത്തിലുള്ള ജീവിതമാണ്. it shows over there how there is a separation of his life from his past to his ജീവിതത്തിന്റെ ഏതോ present. അനുഭവങ്ങളിൽ ദൈവത്തെ അല്ലെങ്കിൽ ആ സ്വർഗീയമായിരിക്കുന്ന ദർശനമുണ്ടായപ്പോൾ തന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു. സ്വയ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് വലിയ ഒരു ടേൺ ഓവർ തനിക്കുണ്ടായി. Oh, what a great impact he has in his life when he is having a change in his life when he receives Christ over there. അങ്ങനെയെങ്കിൽ
പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കാലാകാലങ്ങളിലായിട്ട് നാമം പറയുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ ചരിത്രങ്ങൾ നമുക്കേറെ പറയാനുണ്ടാകാം. അന്നു മുതൽ ഇന്ന് വരെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. We might be able to tell the history or story of our salvation, but is there a transformation? Is there an impact of God in the center of our life? ക്രിസ്തുവിനും പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായപ്പോൾ എന്ത് വ്യതിയാനമാണ് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? What changes there we see how when he surrendered to the will of God and in the പ്രവൃത്തിയുടെ center of പുസ്തകം the വായിക്കുമ്പോൾ സ്വർഗീയമായിരിക്കുന്ന ദർശനം പൗലോസിനുണ്ടായതും അതിന്റെ പുരോഗമനം എത്രമാത്രമാണ് എന്ന് താൻ പറയുന്നുണ്ട്. we see his development over there, how he when he received that vision over there. 9-ാം അധ്യായത്തിൽ താൻ പറയുന്നത് ഒരു വലിയ വെളിച്ചം എന്റെ ചുറ്റും മിന്നി എന്നാണ് പറയുന്നത്. In Acts 9 we read how he had a great vision 22-ാം surrounding him. അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി എന്ന് പറയുന്നു. In 21 again we read how it surrounded him over there. 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സൂര്യനെ കവിഞ്ഞൊരു വെളിച്ചം എന്ന് പറയുകയാണ്. In chapter 26 we see how it overpowered more than the ജീവിതത്തിന്റെ sun. വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ പുരോഗമിച്ചു മുകളിലേക്ക് പോകുന്ന ഒരു ഭക്തൻ. And how we see this person is developing his spiritual വെളിച്ചം ഒരു life. വലിയ വെളിച്ചമായി മാറി. Oh, that light became a bigger light വലിയ over there. വെളിച്ചം ഒരു സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചമായി It മാറി. became a light more than the power അത് of the തന്റെ sun. ജീവിതത്തിൽ വരുത്തിയ പരിവർത്തനം എന്താ? And what does it change in his life over there? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ താൻ പറയുന്നു, ഞാൻ സകല അപ്പോസ്തലന്മാരിലും ചെറിയവൻ. Oh, he says in 2 Corinthians over there very clearly, I am the least of all the apostles. സകല അപ്പോസ്തലന്മാരിലും ഞാൻ ചെറിയവൻ. I am the least of all the apostles. എന്നാൽ വലിയ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ സകല വിശുദ്ധന്മാരിലും ചെറിയവൻ. Oh, when he comes to the bigger light over there, he says in Ephesians 3 how he is even the least of all the saints. വെളിച്ചത്തിൽ താൻ പറഞ്ഞു അപ്പോസ്തലന്മാരെക്കാൾ ചെറിയവനാണെങ്കിൽ വലിയ വെളിച്ചത്തിന്റെ ആ പരിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഞാൻ സകല വിശുദ്ധന്മാരിലും ചെറിയവൻ. When he was only an apostle, when he came to that light over there, he says, I am the least of all the apostles. When he gets the bigger light over there, more than സൂര്യനെ the sun. കവിഞ്ഞൊരു വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്ന ആ ഭക്തൻ പറയുക, തിമോഥെയോസിന്റെ ലേഖനത്തിൽ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. And when he says over there, he is the least of all saints. In Timotheus he says, I'm the chief of all sinners. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനത്തിൽ താൻ പറയുന്നത്, ക്രിസ്തു യേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. And that's why he comes to Philippians and says, may the beauty and the attitude of Christ be in ക്രിസ്തു you. കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മനസ്സിനേക്കാൾ വലിയൊരു മനസ്സ് ദൈവമക്കൾക്കുണ്ടാകുകയില്ല. Oh, the believer should have a greater mind over here, like the beauty of mind of Christ over ഇന്ന് here. രാവിലെ നമുക്ക് വിജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം പൂർത്തീകരിക്കുവാൻ കഴിയണമെങ്കിൽ ഈ മനോഭാവം നമ്മിലേക്ക് ഉണ്ടാകണം. We should have a success. If you have to have a successful attitude, we should have this mind of Christ in us. യോസേഫിന്റെ ജീവിതം ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരുന്നു. Number one, we saw how God centered അതുകൊണ്ട് was Joseph's life. വിജയകരമായിരിക്കുന്ന ഒരു ജീവിതം യോസേഫിന് പൂർത്തീകരിക്കുവാൻ And കഴിഞ്ഞു. he was a successful Christian over there. രണ്ടാമത്തെ പ്രത്യേകത, Second reason, let's go ദൈവ through. സാന്നിധ്യം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. Oh, he enjoyed the presence of God. 39-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് യോസേഫ് ദൈവ സാന്നിധ്യം അനുഭവിച്ചതിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയുന്നു. Oh, we see the benefits of enjoying that presence of God in chapter 39 of Genesis. അവിടെ നാം വായിക്കുന്നത് അതിന്റെ രണ്ടാമത്തെ വാക്യം നോക്കുക. Shall we look through verse 2 over there? രണ്ടാം വാക്യം 39:2. അവൻ കൃതാർത്ഥനായി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. There we read in English, he was a prosperous man because he had the presence of God. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നോക്കിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ കൃതാർത്ഥതയോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് Oh, കഴിയും. when we have the presence of God, we will move with prosperity over ഇത് there. തന്നെയാണ് യോശുവയോട് ദൈവം പറയുന്നത്, നീ കൃതാർത്ഥനായിരിക്കും. Oh, when we come to the life of Joshua also, he says he is ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. Oh, just like as I was with Moses, I will be with you. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ കൃതാർത്ഥതയോടുകൂടെ മുമ്പോട്ട് പോകും. My presence will be with you, Joshua, then you will move with prosperity. എന്റെ പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ ഇത്ര മഹനീയമായിരിക്കുന്ന ഒരു അനുഭവം വേറെയില്ല. Oh, to enjoy this presence of God is a beautiful thing, nothing beautier than this. മോശയുടെ നിലവിളി എന്തായിരുന്നു? മോശയുടെ പ്രാർത്ഥന What എന്തായിരുന്നു? was the prayer of Moses? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മോശ പറയുന്നത്, തിരുസാന്നിധ്യം അടിയങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ അടിയങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുക.
he വെക്കരുത്. prays like this, if your presence is not going with us, please do not send us from here. എന്താണ് ആ സാന്നിധ്യത്തിന്റെ പ്രത്യേകത? What is the beauty and speciality എന്താ of that ദൈവ presence? സാന്നിധ്യം മോശയോട് കൂടെ പോരണമെന്ന് മോശ ആഗ്രഹിച്ചത്? Why is he desiring for that presence? 32-ാം അധ്യായം പുറപ്പാട് പുസ്തകം ഒന്ന് എടുക്കാമോ? Shall we turn our attention to Exodus 32? അവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് Shall we താല്പര്യപ്പെടുകയാണ്. look through a few verses over there? 33-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങൾ. 33-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങൾ. 33 verses 2 and 3. ആ. എന്താ ഇവിടെ മോശ പറയുന്നത്? അല്ലെങ്കിൽ ദൈവം മോശയോട് പറയുന്നത് എന്താ? നോക്കുക, അവിടെ പറയുന്നു, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. What is God speaking through Moses? I will send you through a land flowing with milk and എന്തിനാ ഇവരെ honey. മിസ്രൈമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്? Why did God bring them out from എങ്ങോട്ട് Egypt? കൊണ്ടുപോകാനാണ് പുറപ്പെടുവിച്ചത്? Where is he taking them പാലും here? തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുവാനാ. To a land flowing with milk and honey. അങ്ങനെയാണെങ്കിൽ ഇവരോട് ദൈവം പറയുക, നിങ്ങളെ ഞാൻ അവിടെ എത്തിക്കുമെന്ന്. There God is saying, I'm going to make you reach there. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നമുള്ളത്? പിന്നെ ഒരു പ്രയാസവുമില്ലല്ലോ. then അവിടെ what is എത്താൻ വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ അവിടെ എത്തിയാ പോരെ. Then what is the problem here? എന്നിട്ട് അത് മാത്രമല്ല, ദൈവം പറയും, ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. God is not only saying that നിന്നെ he will send an സംരക്ഷിക്കാനായിട്ട് ഒരു angel. ദൂതൻ നിന്റെ മുൻപാകെ ഉണ്ടാകും. He will send an angel to protect over there. അത് മാത്രമല്ല, പിന്നെയും പറയുക, സകല ശത്രു സൈന്യങ്ങളെയും ശത്രു രാജ്യങ്ങളെയും നിനക്ക് മുൻപ് ഞാൻ പരാജയപ്പെടുത്തും. Not only that, he will defeat all the enemies over ഇത് there. മൂന്നും ഉണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ കുറവാണെന്നേ? If these three are there, what shortcomings are പാലും there? തേനും ഒഴുകുന്ന ദേശമുണ്ട്, The land flowing with milk ദൂതൻ and മുമ്പേ honey. പോകുന്നുണ്ട്, An angel is going in ശത്രു front മുമ്പാകെ പരാജയപ്പെടുന്നുണ്ട്. defeat the enemies over അങ്ങനെയാണെങ്കിൽ ഇത് പോരെ ക്രിസ്തീയ ജീവിതത്തിൽ? to have these things is പലപ്പോഴും sufficient. പലപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയല്ലേ? Many are desiring such a things over there. ദൈവികമായിരിക്കുന്ന വാഗ്ദത്തങ്ങളും നന്മകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുമെങ്കിൽ പിന്നെ വേറെ എന്തിനാ പ്രശ്നമുള്ളത്? What more do we need if we have such promises of നമ്മെ God in our life? സംരക്ഷിക്കാനായിട്ട് ദൂതന്റെ കാവലുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? If we have the protection of an angel, what more do we need? ശത്രു നമ്മുടെ മുൻപാകെ പരാജയപ്പെടുന്നെങ്കിൽ എന്താ കുഴപ്പം? If the enemies are failing in front of us, ഒരു what more സാധാരണ do we need? വിശ്വാസിയെ സംബന്ധിച്ച് അത് മതിയാകും. For a normal believer, this is എന്നാൽ sufficient. മോശ പറയാ, ഞാൻ അതുകൊണ്ട് തൃപ്തനല്ല. Moses is saying, I'm not satisfied എനിക്ക് with കനാൻ that. ദേശം കിട്ടുന്നത് കൊണ്ട് ഞാൻ തൃപ്തനല്ല. I'm not satisfied with the Canaan over ദൂതൻ എന്റെ there. മുൻപേ പോകുന്നത് കൊണ്ട് ഞാൻ I'm തൃപ്തനല്ല. not satisfied with that angel going in front ശത്രു of എന്റെ me. മുൻപാകെ പരാജയപ്പെടുന്നത് കൊണ്ട് ഞാൻ I'm തൃപ്തനല്ല. not happy with that എന്റെ enemies ഹൃദയത്തെ failing. സംതൃപ്തമാക്കണമെങ്കിൽ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ If ഉണ്ടാകണം. my heart should be happy, I should be ആ prosperous. സാന്നിധ്യം You ഇവിടെ need to be ഇല്ലെങ്കിൽ there. ഞാൻ മുമ്പോട്ട് I am only പോകും. going with your presence over ഇവിടെ there. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ മറ്റൊന്നും നമ്മെ സംതൃപ്തിപ്പെടുത്തുവാൻ പാടുള്ളതല്ല. Whatever we may have, if we do not have the presence of God, we will not be happy over there. യോസേഫിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചതുകൊണ്ട് യോസേഫ് കൃതാർത്ഥനായി. Joseph could enjoy the presence of God, and so as 39-ാം a result he became അധ്യായം prosperous. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 21-ാമത്തെ വാക്യം നോക്കുക. Shall we turn our attention 39 verse 21? നോക്കുക, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് കൃപ തോന്നത്തക്കവണ്ണം അവന് ദയ നൽകിയ ദൈവികമായ സാന്നിധ്യം. The presence of God, where Joseph was able to gain that favor in the sight of the keeper of the prison. 23-ാം വാക്യം നോക്കുക. 23-ാം വാക്യം. Come to verse 23. അവൻ ചെയ്യുന്നതെല്ലാം സഫലമായി തീർന്നു. Whatever Joseph did, because God was with him, he was prosperous. എന്റെ പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകത നോക്കുക. Please understand here the presence of God in this person's life. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവികമായിരിക്കുന്ന സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ശത്രുവിന് പോലും ഉയർന്നവർക്ക് പോലും അവനോട് കൃപ തോന്നത്തക്കവണ്ണമുള്ള മഹനീയമായിരിക്കുന്ന അനുഭവം. Even in situations and circumstances when we are going through, please see here Joseph who enjoyed moving prosperous because God was ദൈവികമായിരിക്കുന്ന സാന്നിധ്യം അനുഭവിക്കുന്നതുകൊണ്ട് സകലവും സഫലമായി തീരുന്ന ഒരു അനുഭവം. because he enjoyed the presence of God, everything was successful. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. This will be the one of the most successful things in our ഒരുപക്ഷെങ്കിൽ life. നാം ഇവിടെ ചിലത് നേടിയെന്ന് വന്നേക്കാം. We might be earning അത് top things നമ്മുടെ over മിടുക്ക് here. കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. It might be not the merits or the success of because of what we have earned. It is because the God's മറ്റുള്ളവരിൽ love നിന്ന് is തികച്ചും there. നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്
ആയിരിക്കുന്നത് ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. God made us unique because God's presence is with us. മറ്റുള്ള ജാതികളിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തരാക്കി വിശേഷതയുള്ളവരാക്കി തീർക്കുന്നത് നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളത് It കൊണ്ടാണ്. is because of God's presence we are special in front of God. മിസ്രയീമിനെ പോലെ അല്ലാതെ മറ്റൊരു വ്യക്തിത്വമായി മാത്രം അവശേഷിച്ചത് യോസേഫിനോട് കൂടെ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. God made them special because Joseph was also desiring God's presence over there. ജീവിതത്തെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ വിജയകരമായിരിക്കുന്ന ഒരു ജീവിതമായി നയിക്കുവാൻ കഴിഞ്ഞതിന്റെ രണ്ടാമത്തെ പ്രത്യേകത ദൈവ സാന്നിധ്യം യോസേഫിന് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. Joseph was successful as a believer because he enjoyed the presence of God in his life. മൂന്നാമത്തെ യോസേഫിന്റെ പ്രത്യേകത ചോദിച്ചാൽ What is the third thing which we can see? തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന ബന്ധങ്ങൾ വളരെ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല ക്രിസ്തീയ സ്വഭാവം വെളിപ്പെടുത്തിയ സവിശേഷതയായിരുന്നു യോസേഫിന്റെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. Oh, whatever relationships he had, he took it very seriously in his Christian life over there. തന്റെ ബന്ധങ്ങളെ സൂക്ഷിക്കുന്നതിൽ താൻ വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു. Oh, he was very careful to keep his spiritual relationships. ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണെന്ന് അതിലൂടെ മനോഹരമായി വെളിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു യോസേഫിന്റെ ജീവിതം. Oh, what we can see how he looked forward with this relationship in his life. 37 അധ്യായം 13 വാക്യം. Shall we turn our attention to 37 verse 13 over there of Genesis? ഞാൻ പോകാം അപ്പ. Oh, there he says, I will go. അപ്പന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മകൻ, Oh, a son who submits to his father's desire. അപ്പന്റെ താല്പര്യങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നവനല്ല. He is not a son who hinders to അപ്പൻ the will of the കൽപ്പിക്കുന്നത് പോലെ father. അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്ന ഒരു ജീവിതം. No, he is a son who goes according to the will of the father. നോക്കുക, അങ്ങനെ ഒരു ജീവിതമായിരിക്കണം നമ്മുടെയും ജീവിതം. We should have such a life in our life. അങ്ങനെയുള്ള ജീവിതങ്ങളിലാണ് സ്വർഗം പ്രസാദിക്കുന്നത്. Oh, such a life is what അതാണ് God ദൈവത്തിന് desires. പ്രിയകരമായിരിക്കുന്ന ജീവിതം. It is what a God desireful അത് life. തന്നെയാണ് യേശുക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. Oh, that's what we see in the life of Jesus പിതാവിന്റെ Christ. ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രനെ നോക്കിയിട്ട് സ്വർഗം പറഞ്ഞ സാക്ഷ്യം. Oh, that is the testimony. It talks about Jesus who submits to the will of the ഇവൻ എന്റെ Father. പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. This is my beloved son in whom I am well pleased. പിതാവേ, എന്റെ ഇഷ്ടമല്ല നിറവേറേണ്ടത്, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. Oh, Father, it's not my will, let your will be done over അവിടുത്തെ here. ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഇതാ എന്നെ തന്നെ ഏൽപ്പിച്ചു തരിക. എന്റെ താല്പര്യങ്ങളല്ല നടക്കേണ്ടത്. It is not my will or my desire. To your will and desire I submit myself കേവലം to 4 you. വരി പാട്ടിൽ ഒതുങ്ങുന്നതായിരിക്കുന്ന ഒരു അനുഭവമായിരുന്നില്ല. ജീവിതത്തിന്റെ അകത്തളത്തിൽ നിന്ന് ഉയർന്നു വന്നതായിരിക്കുന്ന സമർപ്പണത്തിന്റെ മനോഭാവമായിരുന്നു അത്. It is not a mere words of a song, but it is a submission from the heart over there. നമുക്കറിയാം, നാം പലപ്പോഴും പാടാറുണ്ട്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തേണമേ, എൻ്റെ ഹിതം ഒന്നും വേണ്ട എന്ന്. പക്ഷേ അത് കേവലം വരികളിൽ മാത്രം ഒതുങ്ങുമ്പോൾ പിതാവിനോടുള്ള സമർപ്പണവും പിതാവിനോടുള്ളതായിരിക്കുന്ന ആ താല്പര്യവും പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനുള്ള നമ്മുടെ വ്യഗ്രതയും എത്രമാത്രമുണ്ട് എന്നുള്ളത് നാം സ്വയം ഒന്ന് Shall പരിശോധിക്കണം. we introspect? Many a times we sing that song, how it is your will, Father, let it be done. But do we end up only with mere words, or do we practice those words in our life ഒരിക്കൽ according to God? കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് പറഞ്ഞൊരു ഉപമയുണ്ട്. Oh, the Lord says in his parable in his ഒരപ്പന് ministry life, 2 മക്കളുണ്ടായിരുന്നു. oh, father has 2 sons. മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ വയലിലേക്കൊന്ന് പോകണം. Oh, he called his eldest son, go into the field. അപ്പന്റെ മുഖത്തേക്ക് നോക്കി അവൻ വളരെ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, അപ്പാ ഞാൻ പോകാം. Oh, he looked at his father and he said, I am desiring, I will go over അപ്പന്റെ there. മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അപ്പം വിചാരിച്ചു, ഇവൻ എന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്നവനാ. Oh, when the son looked and saw, the father just thought he would have been with me. മൂത്ത മകൻ പറഞ്ഞു, ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. Oh, the eldest son said he will not go. അപ്പന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, ഞാൻ പോകില്ല. He said he will not go. അപ്പന്റെ ഇഷ്ടത്തിന് വിലങ്ങുതടിയായി നിന്ന ഒരു മകൻ. He is a son who hindered for the അപ്പൻ will of the രണ്ടാമത്തെ father. മകനെ വിളിച്ചു. He called his second son. അവനോട് പറഞ്ഞു, മോനെ വയലിലേക്കൊന്ന് പോകണം. Oh, he told his second son to go അവിടുത്തെ into the field. കാര്യപരിപാടികളൊക്കെ ഒന്ന് നോക്കണം. Please go and supervise the അവൻ work. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ ഞാൻ പോകാം. He smiled and he said he will go. പക്ഷേ നാം വായിക്കുന്നു, പോകാമെന്ന് പറഞ്ഞവൻ പോയില്ല. And the son who said he will go, he did not പോകില്ല go. എന്ന് പറഞ്ഞവൻ പോയി. The son who said he will not go, he went over ഇതിൽ there. കർത്താവ് ചോദിക്കുക, ആരാ അപ്പനെ പ്രസാദിപ്പിച്ചത്? And there he asks over there, who pleased the father? എല്ലാവരും പറഞ്ഞു, മൂത്ത മകനാണ്. Everyone said the eldest ശരിയാ, son. അവൻ പോകില്ല എന്ന് പറഞ്ഞു, പക്ഷേ അവൻ പോയി. Oh, he said over there, he will
not go, but he went. അപ്പനോട് അവൻ പോകില്ല എന്ന് പറഞ്ഞത് അവന്റെ ഹൃദയത്തിന് നൊമ്പരമുണ്ടാക്കി. Oh, when he said he will not go, it hurted the father. അവന്റെ ഹൃദയത്തിൽ ആകുലത നിറയാൻ തുടങ്ങി. And it filled his heart എന്റെ over later അപ്പനോട് over ഞാൻ there. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. Oh, it pained him. He said over there, എന്നെ he should not സ്നേഹിച്ച say. എന്റെ അപ്പന്റെ വാക്കുകൾ ഞാൻ അനുസരിക്കേണ്ടതായിരുന്നു. Oh, I should listen to the father who loved ഞാൻ me. എന്റെ അപ്പനെ ദുഃഖിപ്പിച്ചല്ലോ എന്നുള്ളതായിരിക്കുന്ന മനോഭാരം അവന്റെ ഹൃദയത്തിലുണ്ടായി. Oh, it burdened his heart. He hurted his father. പുഞ്ചിരിയോടുകൂടെ അപ്പന്റെ മുഖത്തേക്ക് നോക്കി പോകാമെന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. അപ്പ ഞാൻ ഇതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. Oh, the second son, even when he smiled and he said to എനിക്ക് the father, he will എന്റേതായിരിക്കുന്ന go, you did ഒട്ടനവധി not go. കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. Oh, many things I have. അതുകൊണ്ട് ഞാൻ നിന്നെ അനുസരിക്കാനൊന്നും പോകുന്നില്ല. Oh, I am not going to listen to you because I have many ഒരുപക്ഷേ things in my രാവിലെ നമ്മുടെ life. മനോഭാവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I do not know what is the attitude in your heart. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തിച്ചു If കൊണ്ടിരിക്കുന്നുണ്ട്. the Holy Spirit is working in our life, കർത്താവേ, ഞാൻ ഇത് അനുസരിക്കുവാൻ തയ്യാറാണെന്നുള്ള മനോഭാവത്തോട് ഒരു പക്ഷേ നമുക്കായിരിക്കാം. or shall we sit with an attitude, I will do it in our hearts. അതേപോലെ തന്നെ ഇതൊന്നും ഞാൻ ചെയ്യാനായിട്ട് പോകുന്നില്ല, വന്നതുപോലെ ഇറങ്ങി വാതിൽ നിന്ന് വെളിയിലേക്ക് പോകുമെന്ന മനോഭാവത്തോടു കൂടെ ഇന്നൊരു പകൽ നമുക്ക് ഇവിടെ ആയിരിക്കാം. Oh, are we sitting over here with the thought, oh, I will do it without any doing? We are going away from here. അപ്പന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു മകനായിട്ട് നമുക്കാകാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര ധന്യമായി. If we are a son who can walk according to the will of the Father, what a great life it would രണ്ടാമത് be. തന്റെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. Oh, secondly, we see over here how he was very careful to the relationship with his brothers. തന്റെ സഹോദരന്മാരോട് പ്രതികാരം ചെയ്യുവാൻ ലഭിച്ചതായിരിക്കുന്ന അവസരം. Oh, the moment of revenge he could show to his brothers. ഇവിടെ ഇവർ മിസ്രൈമിലേക്ക് വന്നപ്പോൾ എല്ലാ പ്രതികാരവും ചെയ്ത് അവരെ അവിടെ നാട്ടിപ്പായിക്കാമായിരുന്നു. Oh, he could have taken every inch of revenge against them. എന്നാൽ നോക്ക്, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അവിടെ യോസേഫിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് But we കഴിയുന്നു. see how Joseph depicts over there നിങ്ങളുടെ the character of ജീവരക്ഷയ്ക്ക് Jesus. വേണ്ടിയാണ് നിങ്ങൾക്ക് മുൻപേ ഞാൻ ഇങ്ങോട്ട് വന്നത്. Oh, the character of Jesus in Joseph, നിങ്ങൾ എന്നെ because for you I'm വിട്ടുകളഞ്ഞതുകൊണ്ട് here. നിങ്ങൾ വിഷമിക്കണ്ട. Oh, do not be sad over നിങ്ങൾ here. വിഷാദിക്കണ്ട. Oh, do not be distressed. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപേ വന്നത്. Oh, for your comfort and for your safety, I am being praised over യേശു here. ക്രിസ്തുവിനെ കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് എന്താ? What do we read about Jesus in 1 Peter? നാം വായിക്കുന്നത് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, Even when they reviled, he did not revile back. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും, Oh, even when he was mocked, he did not say anything ന്യായമായി back. വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. Oh, he submitted himself to the hands of the judge over there. എന്റെ പ്രിയമുള്ളവരെ, എത്ര ധന്യമായിരിക്കുന്ന ഒരു അനുഭവം. Oh, dear believers, what a great നാം joy we see വായിക്കുന്നു, in this നമുക്ക് life. പിന്തുടരുവാൻ അവനൊരു മാതൃക വച്ചു പോയിരിക്കുകയാണ്. Oh, he has shown us a greater model to follow അനേക over വ്യക്തി there. ജീവിതങ്ങളെ നമുക്ക് ഉദാഹരണമായി Oh, തന്നിരിക്കുകയാണ്. he has given us great lessons from these lives. നമുക്ക് ഇങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? Are we able to portray such a life? നമ്മെ ഒന്നും നോക്കിയില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പോലും നോക്കാതെ പോകുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. Oh, do we have lives which we have not been able to see and എനിക്ക് believe കൈ over തന്നില്ല there? എന്ന് പറഞ്ഞ് കൈ കൊടുക്കാതെ പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. Oh, are we missing the days when there are no fellowships over here? എന്റെ പ്രിയമുള്ളവരെ, തന്റെ ബന്ധം വളരെ ദൃഢമായി സൂക്ഷിക്കുവാൻ വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു യോസേഫ് എന്ന് നമുക്ക് കാണാനായിട്ട് Oh, കഴിയുന്നു. Joseph was a man who maintained a spiritual relationships over there, and he took it very seriously over there. ഇന്ന് രാവിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord help us this morning. അടുത്തത്, തന്റെ പ്രവൃത്തിയിൽ താൻ അതീവ ശ്രദ്ധയുള്ളവനായിരുന്നു. The next thing which we see in a successful Christian Joseph over there, how he was very careful in his works. തനിക്ക് ലഭിച്ചതായിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും താൻ വളരെ കൃത്യതയോടുകൂടെ അവയെല്ലാം ചെയ്തു എന്ന് നാം കാണുന്നുണ്ട്. Whatever opportunities, situations he was in front of, he had a clarity in his life. പോത്തിഫറിന്റെ കുടുംബത്തിൽ തനിക്ക് ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടെ താൻ ചെയ്തു. In the house of Potiphar, he did everything with clarity over there. കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിലേക്ക് വന്നപ്പോൾ അവിടെ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ താൻ അതീവ ശ്രദ്ധയുള്ളവനായിരുന്നു. Oh, even in the keeper of the in front of the keeper of the prison, he was very careful over തനിക്ക് there. ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടെ താൻ ആ കാര്യങ്ങൾ ചെയ്തു. Oh, he was very faithful in all his jobs over there. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ കർത്താവിന്റെ മഹത്വത്തിനായി ചിലത് ചെയ്യുവാനിടയാകണം. Oh, may the Lord help us to glorify him through our actions in our life. അതുമാത്രമല്ല, Not only that, യോസേഫിന്റെ ജീവിതത്തിൽ യോസേഫ് നന്മ ചെയ്യുന്നതിലും വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു. even to do the good over there, he was very careful over there.
തനിക്ക് നന്മ ചെയ്യാൻ ലഭിച്ച എല്ലാ അവസരങ്ങളും താൻ ആവോളം അത് വിനിയോഗിച്ചു എന്ന് നാം കാണുന്നു. To do good things over there, whatever opportunities that he was പോത്തിഫറിന്റെ successful. ഭവനത്തിന് താൻ നന്മ ചെയ്തു. He did goodness in the house തന്റെ of കുടുംബത്തിന് Potiphar. താൻ നന്മ ചെയ്തു. He did goodness in his own house. മിസ്രയീമിന് താൻ നന്മ He ചെയ്തു. did goodness in അങ്ങനെ Misraim, in തനിക്ക് Egypt. ലഭിച്ച എല്ലാ സന്ദർഭങ്ങളിലും നന്മ ചെയ്യുന്നതിൽ താൻ മുതിർന്നു വന്നു. Whatever opportunities he had, he developed each moment over ഗലാത്യ there. ലേഖനത്തിൽ നാം വായിക്കുന്നത് അവസരം കിട്ടുമ്പോൾ എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. Whatever opportunity we have, even for believers, we have to do good things over there. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? Oh, dear believers, how is our life? ഇവിടെ നിന്നൊരു ദിവസം മാറ്റപ്പെടുമെന്ന് യാതൊരു സംശയവുമില്ല. One day we will be moved from this face of this earth. നമ്മുടെ പ്രവർത്തികൾ നമ്മെ പിന്തുടരുന്നതായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് ഇവിടെ കാഴ്ചവെക്കാനായിട്ട് കഴിയുമോ? Or do we have a legacy that carries forward with കാലങ്ങളേറെ Christ in our life? കാലങ്ങളേറെ താണ്ടിക്കഴിഞ്ഞു. Ages are moving forward. യോസേഫിന്റെ ചരിത്രം ഇന്നും ആവേശത്തോടെ അനേകർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ മാഹാത്മ്യമായിരുന്നു. Even today we speak about Joseph in volumes because of what he has done over there. യോസേഫിനേക്കാൾ എത്രയോ അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. What more better circumstances and lifestyles do we have? നാം എത്രമാത്രം കർത്താവിനെ സേവിക്കുന്നതിൽ, സ്നേഹിക്കുന്നതിൽ, നന്മ ചെയ്യുന്നതിൽ നാം In ഉത്സാഹമുള്ളവരാണ്. our love to the Lord, how much goodness are we doing in our നമ്മുടെ life? ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ നാം എങ്ങനെ ശ്രദ്ധയുള്ളവരാണ്. In maintaining our relationships, how careful ദൈവ are we? സാന്നിധ്യം അനുഭവിക്കുന്നതിൽ നാം എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. How much priority are we giving for the presence of God in our ക്രിസ്തു life? കേന്ദ്രീകൃതമായ ജീവിതത്തിന് വേണ്ടി എത്രമാത്രം നാം സമർപ്പിച്ചു How much are കൊടുത്തിട്ടുണ്ട്. we submissive to have Christ as a center in our life? യോസേഫിന്റെ ജീവിതം വിജയകരമായി പൂർത്തീകരിക്കുവാൻ മറ്റു ഒരു കാരണം കൂടെയുണ്ട്. To have a successful Joseph for a Christian life, there's യോസേഫിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു സന്ദേശമുണ്ടായിരുന്നു. there was a message in the life of Joseph. അപ്പനോട് സംസാരിക്കുമ്പോൾ യോസേഫിന് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. There was a message even when Joseph was talking to Jacob. സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ യോസേഫിന് ഒരു സന്ദേശമുണ്ട്. Even to speak to Jacob, his brothers, he had a message. പോത്തിഫറിന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ യോസേഫിന് ഒരു Even to സന്ദേശമുണ്ട്. speak to the wife of Potiphar, he had a message. മിസ്രയീമ്യരോട് സംസാരിക്കുമ്പോൾ യോസേഫിന് ഒരു സന്ദേശമുണ്ട്. Even to speak to Egypt, he had a message. ഇസ്രായേൽ മക്കൾ നാളെ ഇവിടെ നിന്ന് അവർ താമസിക്കുമ്പോഴും അവരോട് ഒരു സന്ദേശം തനിക്ക് പറയുവാനുണ്ട്. Even when the Israel are moving forward, he had a message over അപ്പനോട് there. ഒരു സന്ദേശമുണ്ട്. എന്താ അത്? What is the message to his father? അപ്പാ, ഞാൻ ഒരു സ്വപ്നം കണ്ടു. Oh, father, I saw a dream. എന്റെ പ്രിയമുള്ളവരെ, ഒരു സ്വർഗീയമായിരിക്കുന്ന ദർശനം കാണുന്ന യോസേഫ്. He saw a heavenly vision over there. എന്റെ പ്രിയമുള്ളവർ, ഈ ഒരു ദർശനം നമുക്കും എപ്പോഴും ഉണ്ടാകണം. Let us carry forward with such a vision in ഇത്തരം our life. വിഭാഗങ്ങൾ കാണുന്ന ദർശനമല്ല ഞാൻ പറയുന്നത്. It is not about a vision that sees with this age and time. സ്വർഗീയമായിരിക്കുന്ന ഒരു ദർശനം കാണണം. It's a heavenly understanding. അബ്ദുൽ കലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണു തുറന്നിരുന്നു കൊണ്ട് കാണുന്ന ഒരു ദർശനം. In the words of APJ Abdul Kalam, open your eyes and അതാണ് dream. ജീവിതത്തിന്റെ വിജയത്തിലേക്ക് പറന്നുയരുവാൻ നമ്മെ സഹായിക്കുന്നത്. That is what makes us successful to fly high in life. അവിടെയാണ് വിജയകരമായിരിക്കുന്ന ഒരു ജീവിതം പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നത്. That is where we will be successful. സഹോദരന്മാരോട് പറയാൻ ഒരു There was സന്ദേശമുണ്ട്. a message to his brothers. നിവർന്നു നിൽക്കുന്ന ഒരു കറ്റ മറ്റു 11 കറ്റകളും നമസ്കരിക്കുന്ന ഒരു അനുഭവം. There was 11 which was bowing down in front of one over there. അതും സ്വർഗീയമായിരിക്കുന്ന കാഴ്ചയുടെ അനന്തരഫലമാണ്. It was out of that heavenly understanding he was saying that. എന്റെ പ്രിയമുള്ളവരെ, എത്ര ധന്യമായിരിക്കുന്ന ഒരു അനുഭവമാണ്. What a blessing situation we see there. എന്റെയും നിങ്ങളുടെയും ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. God desires our lives to move forward like this. അങ്ങനെ ഒരു ജീവിതമായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. May the Lord give us grace to move forward. ഉയരത്തിലുള്ളത് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതാനുഭവം. Let us look forward into that heavenly kingdom and move കർത്താവ് forward. നമ്മെ May സഹായിക്കട്ടെ. the Lord help us. എന്റെ സമയം ഇവിടെ അവസാനിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ I would അവസാനിപ്പിക്കട്ടെ. like to conclude with one more message. യോസേഫിന്റെ ശവപ്പെട്ടിക്ക് ഒരു സന്ദേശം പറയാനായിട്ടുണ്ട്. The coffin of Joseph has a message to us. ഒരു പക്ഷെങ്കിൽ നാം വായിക്കാം, ശവപ്പെട്ടിയിൽ വെച്ച് അവസാനിച്ചു എന്ന് കരുതുമ്പോൾ അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറയുന്നത്. The coffin might have one message concluding to the ആ ground, but the ശവപ്പെട്ടിക്ക് history speaks in പ്രത്യാശയുടെ ഒരു volumes. സന്ദേശം പറയാനായിട്ടുണ്ട്. That coffin speaks in volumes to us. അവിടെ യോസേഫ് തന്റെ സഹോദരന്മാരെ വിളിച്ചു നിർത്തി പറയുന്ന വസ്തുതകൾ നോക്കുക. Please read through what he speaks to his നിങ്ങൾ brothers. പോകുമ്പോൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് ചുമന്നുകൊണ്ട് വേണം പോകാൻ. When you move from here, you carry my bones. മിസ്രയീമിലെ മന്ത്രിയായിരുന്ന യോസേഫിന് മിസ്രയീമിൽ മനോഹരമായിരിക്കുന്ന ഒരു പിരമിഡ് ഉയർത്താൻ കഴിയും. He could have built a greater pyramid and buried himself over there. യോസേഫിന്റെ അടയാളമായിട്ട് ഇവിടുത്തെ
ക്ഷാമത്തിൽ നിന്ന് വിടുവിച്ചവൻ എന്നുള്ള അടയാളപ്പെടുത്തലായിട്ട് മനോഹരമായിരിക്കുന്ന ഒരു പിരമിഡ് അവിടെ ഉയർത്തപ്പെടാനായിട്ട് Oh, കഴിയും. he could have raised a pyramid with fame and reputation over എന്നാൽ there. യോസേഫ് പറയുന്നു, എനിക്കിവിടെ ഒരു പിരമിഡ് വേണ്ട. Oh, he does not say about a pyramid or ഇവിടെ എന്റെ reputation നാമത്തിൽ there. ഇവിടെ എനിക്കൊന്നും വേണ്ട. He does not want anything in എന്റെ Egypt. പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത സ്വന്തം ദേശത്തേക്ക് എന്റെ അസ്ഥികളും ചുമന്നുകൊണ്ട് നിങ്ങൾ പോകണം. To what which was promised to my fathers, please carry me ഇവിടെ over എന്നെ there. അടക്കം ചെയ്യരുത്. Oh, please do not bury me here. യോസേഫിനെ ഒരു ശവപ്പെട്ടിയിൽ വെച്ചിരിക്കുക. Oh, he is only kept in a coffin. വർഷങ്ങൾ എത്ര കഴിഞ്ഞു എന്നറിയാമോ? Oh, how many years have passed? ഇസ്രായേൽ മക്കളുടെ ചരിത്രം പുറപ്പാട് പുസ്തകത്തിൽ ആരംഭിക്കുമ്പോൾ അവരുടെ നിലവിളിയും കഷ്ടതയും അവിടെ കാണാനായിട്ട് കഴിയുന്നത്. Oh, when we read in Exodus 1, we see the groaning and cries of Israel. 400 വർഷക്കാലം അടിമകളായി മുമ്പോട്ട് പോകുമ്പോൾ When they were moving with 400 years of slavery. വേദനയോടുകൂടെ അവരുടെ നാളുകളെ അവർ തള്ളി നീക്കുകയാണ്. Oh, they are pushing forward their years of slavery. എന്നാൽ അവരെ അതിലൊക്കെ മുമ്പോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് അറിയാമോ? What made them to go forward? ഇവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. Oh, there is a coffin here. ആ പെട്ടി ഇവിടെ തീരേണ്ടതല്ല. Oh, this coffin is not ഇവിടെ supposed to end തെളിച്ചു here. തീരേണ്ട Oh, it is പെട്ടിയല്ല. not to be buried here. ഇതിനപ്പുറത്തേക്ക് പോകുന്ന it ഒരു is അനുഭവമുണ്ട്. supposed to move ഈ forward from here. പെട്ടിയും എടുത്തുകൊണ്ട് ഞങ്ങൾ പോകുന്ന ഒരു ദിവസമുണ്ട്. Oh, we are going to move with this എന്റെ coffin one day. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ അതാ. Oh, this is our greatest hope, dear നാം ഇവിടെ believers. കൊണ്ട് തീരുന്നവരല്ല. Oh, we are not going to end up over ഇവിടുത്തെ here. ക്ലേശങ്ങൾ കൊണ്ട് തീരുന്നവരല്ല. We are not going to end up with our suffering ഇതിനപ്പുറത്ത് here. നമുക്ക് ശോഭനമായിരിക്കുന്ന ഒരു ഭാവിയുണ്ട്. We have a greater future ahead of നമ്മുടെ us. ആത്മമണവാളനെ കാണുന്ന ഒരു ദിവസം നമുക്കുണ്ട്. Oh, we will be going to see our അന്ന് Savior one day. അവരോട് ഒരുമിച്ച് നാം സന്തോഷിക്കുന്ന ഒരു മഹാദിവസമുണ്ട്. Oh, we are going to celebrate together one day. കർത്താവിന്റെ ഭക്തൻ ഇങ്ങനെ പാടി, The songwriter sings like that. കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ എത്രയോ സന്തോഷം സന്തോഷം. അവൻ തന്റെ ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എത്രയോ സന്തോഷത്തിന്റെ അനുഭവമാണ്. Oh, what a greater joy will it be when he will come with his വലിയ angels. പ്രത്യാശ നൽകുന്നത്. Oh, that brings ഈ greater hope for മിസ്രൈമിൽ us. നമുക്ക് ഒരു പിരമിഡുകളും വേണ്ട. Oh, we do not need a pyramid in ഇത് Egypt. താൽക്കാലികം മാത്രമാണ്. It's only temporary. ഇവിടെ നിന്ന് നാം പോകേണ്ടവരാ. Oh, we have to move from here. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Oh, let us prepare for നമുക്ക് eternity. തന്നിരിക്കുന്ന താൽക്കാലികമായ ചെറിയ ജീവിതം Oh, it is a temporary life which we have been ക്രിസ്തുവിന്റെ given. മഹത്വത്തിനായി തീരാം. Oh, shall we move forward for the വിജയകരമായ glory? ഒരു ജീവിതമാക്കി നമുക്ക് തീർക്കാം. Shall we move with a successful life? നമുക്ക് പറയുവാൻ ചിലതുണ്ടാകട്ടെ. Or shall we have something to say? തലമുറയ്ക്ക് പറയുവാൻ Shall our ചിലതുണ്ടാകട്ടെ. generations have something to say? അഭിമാനിക്കാൻ Shall ചിലതുണ്ടാകട്ടെ. they have something to take വിശ്വാസത്തിൽ pride? ഉയർത്തപ്പിടിച്ച പിതാക്കന്മാരെ കുറിച്ച് അഭിമാനത്തോടെ പറയുവാൻ ചിലതുണ്ടാകട്ടെ. Shall they move forward with our legacy of spirituality over അങ്ങനെ there? ഒരു അനുഭവത്തോടു കൂടെ നമുക്ക് ജീവിക്കാം. Shall we move with that feeling over നാളെ there? നമ്മെ കുറിച്ച് സ്വർഗം ഒരു സാക്ഷ്യം രേഖപ്പെടുത്തുകയാണ്. May the heavens testify about us. എന്ത് നമ്മെ കുറിച്ച് രേഖപ്പെടുത്തും? What they will testify. അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണോ? Or is it a blessed life? പരാജയപ്പെട്ട ഒരു ജീവിതമാണോ? Or is it a failure? നമുക്ക് ശോധന ചെയ്യാം. Let us introspect. യോസേഫിന്റെ ജീവിതം The life of Joseph. ധന്യമായ ജീവിതം, It is a blessed life. വിജയകരമായ ജീവിതം, Successful life. ദൈവ കേന്ദ്രീകൃതമായ It was a ജീവിതം, life centered ദൈവ with God. സാന്നിധ്യം അനുഭവിച്ച It ജീവിതം, had the presence of God. ബന്ധങ്ങൾ സൂക്ഷിച്ച Oh, ജീവിതം, he maintained the relationship. സന്ദേശമുള്ള ജീവിതം, He had the message to. പ്രത്യാശ നിർഭരമായ Oh, ജീവിതം. he had a hopeful life. നമ്മുടെ ജീവിതം അങ്ങനെയാകട്ടെ. May our life be ഈ like that. വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. May these words help us. May God's name be glorified.